റാം അമ്പലം എത്തി. ഞാൻ തൊഴുതിട്ട് വരാം. താൻ വരുന്നുണ്ടോ? അതെ, അകത്തേക്ക് വരുന്നതൊക്കെ കൊള്ളാം. എൻ്റെ ഏട്ടനെ കാണുമ്പോൾ തുറച്ചു നോക്കണ ആ പരിപാടിയാണെങ്കിൽ അകത്തോട്ട് വരണ്ട. ഞാൻ തൊഴുതിട്ട് വരാം. താൻ ഇവിടെ തന്നെ നിന്നാൽ മതി. ആഹാ, ഇപ്പോൾ അങ്ങനെയായോ? ശരി, ഞാനെങ്ങും ആരെയും തുറച്ചു നോക്കാൻ വരുന്നില്ലേ, നീ തന്നെ പൊക്കോ. എന്നാൽ ഞാൻ പോവുക. ഏട്ടനകത്തുണ്ടെങ്കിൽ കാണട്ടെ. താൻ ഇവിടെ തന്നെ നിൽക്ക്, വെയിൽ കൊള്ളണ്ട. ശരി. കുറേ നേരമായി ഞാൻ വന്നിട്ട്. ഏട്ടൻ ഇനി ഇങ്ങോട്ട് വരില്ലേ? ഡോ, 1.25 മണിക്കൂറായി നമ്മൾ ഈ അമ്പലത്തിൽ തന്നെ ചുറ്റിക്കറങ്ങി നടക്കുന്നു. തൻ്റെ ഏട്ടൻ ഇനി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് പോയാലോ? പിന്നൊരു ദിവസം വരാം. ഓ സോറി, ഞാൻ റാമിൻ്റെ കൈയുടെ കാര്യം മറന്നുപോയി. സ്റ്റിച്ച് എടുത്തതും അല്ലേ, ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിച്ചു അല്ലേ. നമുക്ക് പോവാം, അതാ നല്ലത്. നമുക്ക് പോവാം. ഏട്ടനെ പിന്നെ എവിടെയെങ്കിലും വെച്ച് കാണാം. ശരി, വാ. ഇയാളിവിടെ ഉണ്ടായിരുന്നു. സുധാ, താനൊരു കാര്യം ചെയ്യും, പാർക്കിങ്ങിൽ നിന്ന് കാർ എടുത്തിട്ട് വാ. ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. വെയിൽ കൊണ്ട് ഞാൻ അതുവരെ വരണ്ടേ. താൻ എന്തായാലും എടുത്തോണ്ട് വാ. അയ്യോ, ഇത്രയും നേരം വെയിൽ കൊണ്ട് വയ്യായോ? ഞാൻ വേഗം കാർ എടുത്തിട്ട് വരാം. നമുക്ക് പെട്ടെന്ന് പോവാം. അതെ, ഈ പെൺകുട്ടികളെ പോലെ ഒളിഞ്ഞു നിന്ന് നോക്കരുത്. ആണുങ്ങളെ പോലെ മുന്നിൽ വന്ന് നിൽക്കണം. ആ കുട്ടി തന്നെ കാണാനാണ് വന്നതെന്ന് അറിഞ്ഞിട്ടും ഇത് വേണമായിരുന്നോ? എന്നെ കാണാനോ? എന്തിനാ? അത്രയ്ക്ക് സ്നേഹമായിരുന്നെങ്കിൽ എന്നെ വിട്ടിട്ട് പോവില്ലായിരുന്നല്ലോ. താനിനി എത്രയൊക്കെ വേണ്ടാന്ന് പറഞ്ഞാലും അകറ്റി നിർത്തിയാലും ആ കുട്ടിക്ക് തന്നോട് ഭയങ്കര സ്നേഹവും ബഹുമാനവും അത് ഈ ജന്മത്ത് മാറാൻ പോകുന്നില്ല. അത്രയ്ക്കും സ്നേഹവും ബഹുമാനവും ഉള്ള ആളായിരുന്നെങ്കിൽ കണ്ടവൻ്റെ കൂടെ ഇറങ്ങി പോവില്ലായിരുന്നല്ലോ. ശരി, ഞാൻ അവളെ സ്വീകരിക്കാം. എൻ്റെ അനിയത്തിയായിട്ട് തിരിച്ചു വരാൻ പറ. എൻ്റെ അനിയത്തിയായിട്ട് മാത്രം തിരിച്ചു വന്നാൽ ഞാൻ അവളെ സ്വീകരിക്കാം. ആക്ച്വലി ഞാനിതവിടെ പോയി പറഞ്ഞാൽ അവൾ വേറെ ഒന്നും ചിന്തിക്കാതെ ഇറങ്ങി ഓടി വരും ഏട്ടൻ്റെ അടുത്ത്. നിങ്ങൾ രണ്ടാളും ഒന്നിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ബട്ട് താൻ ഇപ്പോൾ വെച്ച ഇടിയിൽ അവൾ തൻ്റെ അനിയത്തിയായിട്ട് മാത്രം വരണമെന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? അവളെൻ്റെ ഭാര്യയല്ലേ. അത് തന്നെ ചിന്തിച്ചു നോക്ക്. നല്ലയാളാ. ഇവിടെ നിൽക്കാന്ന് പറഞ്ഞിട്ട് വീണ്ടും അമ്പലത്തിനകത്ത് കയറിപ്പോയോ? ഇല്ല, ഞാൻ വെയിൽ കൊള്ളാതിരിക്കാൻ കുറച്ച് നീങ്ങി നിന്നതാ. നീ വണ്ടി എടുത്തോ. ശരി. അല്ലതാ, സുധമോളും ചന്ദ്രനും വന്നല്ലോ. എവിടെ? അപ്പോൾ ഇതാണല്ലേ സുധ. എങ്ങനെയുണ്ട് മോളെ? ഡോക്ടർ എന്ത് പറഞ്ഞു? സ്റ്റിച്ചൊക്കെ എടുത്തോ? ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ. ആൻറ്റി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഡോക്ടർ പറഞ്ഞു റാമിന് മെല്ലെ മെല്ലെ എല്ലാം ഓക്കെ വരുന്നുണ്ട്. ഹായ് റാം. ഹായ് മായ. സുധ, ഞാൻ റൂമിൽ കാണും. എനിക്കൊന്ന് റെസ്റ്റ് ചെയ്യണം. ഓക്കെ. റാമിന് പെട്ടെന്ന് എന്ത് പറ്റി? ഹോസ്പിറ്റലിലൊക്കെ പോയതല്ലേ, ചിലപ്പോൾ ഒന്നാമത് ഭയങ്കര ചൂടല്ലേ. ഒരു കാര്യം ചെയ്യാം, ഞാൻ റാമിനും നിങ്ങൾക്കൊക്കെ ജ്യൂസ് എടുക്കാം. സുധമോളെ, ഇവരെ സുധമോൾക്ക് അറിയില്ലല്ലോ. ശീതളമോളൊന്ന് പറഞ്ഞു കൊടുത്ത് ഇതാരാന്ന്. ഞാൻ അപ്പത്തേക്ക് ജ്യൂസ് എടുക്കാം. ആൻറ്റി, ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ആൻറ്റി പതുക്കെ വന്നാൽ മതി. അപ്പോൾ സുധ, ഇത് ഞാൻ തന്നെ പറഞ്ഞോളാം. ഇതാണല്ലേ സുധ, റാമിൻ്റെ വൈഫ്. ഞാൻ മായ. ഞാനും ഹരിയും റാമും ഒരുമിച്ചാണ് പഠിച്ചത്. ഓ ആണോ? ഹായ്. സുധയ്ക്ക് റാമിനെ നേരത്തെ അറിയോ? മീൻസ് കല്യാണത്തിന് മുന്നേ നിങ്ങൾക്ക് എന്ത് റിലേഷനായിരുന്നു? ഈശ്വര, റാമിനെ നേരത്തെ അറിയാമെന്നല്ലേ കുട്ടി പറയുന്നത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പിന്നീടത് ഞാനിപ്പോൾ എന്താ? അല്ല, അബിയെ തനിക്കറിയോ? താനും അബിയും തമ്മിൽ എന്തെങ്കിലും? അബി ഞാനും സെയിം കോളേജിലാണ് പഠിച്ചത്. സെയിം കോളേജിൽ പഠിച്ചു എന്നുള്ള റിലേഷൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾ ഏതാണ്ടൊക്കെ കേട്ടിട്ടുണ്ട്. അത് മായക്കറിയില്ലേ? അബിയെ കല്യാണം കഴിക്കാൻ വേണ്ടി പോയതാ. എന്നിട്ട് എന്താണെന്നറിയില്ല, ഇപ്പോൾ ശ്രീരാമൻ്റെ തലയിലായി. അതാ എനിക്ക് അങ്ങോട്ട് മനസ്സിലാവാത്തത്. ശീതൽ, സൂക്ഷിച്ച് സംസാരിക്കണം. എന്തും വിളിച്ചു പറയാമെന്ന് വിചാരിക്കരുത്. എക്സ്ക്യൂസ് മീ, ഞങ്ങളോട് ദേഷ്യപ്പെടാൻ നിനക്കെന്ത് യോഗ്യതയുള്ളത്? അവൾ പറഞ്ഞ കറക്റ്റ് അല്ലേ? അനിയനെ സ്നേഹിച്ചിട്ട് ഒരു ഉളുപ്പില്ലാതെ ചേട്ടനോട് ജീവിക്കാൻ നാണല്ലേ നിനക്ക്? അബിയുടെ മുഖത്ത് നീ എങ്ങനെയാ നോക്കുന്നത്? ചേ, നിന്റെ ക്യാരക്ടർ ആലോചിക്കുമ്പോൾ ഞാൻ അറപ്പ് തോന്നുക. റാമിൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനിതിനൊന്നും മറുപടി പറയുന്നില്ല. പറയാൻ അറിയാത്തോണ്ടല്ല, വെറുതെ ഞാനായിട്ട്. അരവാ, അപ്പോൾ നിനക്ക് നാക്കൊക്കെ ഉണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയാം,
നിന്നെ പോലെ ഒരു ക്യാരക്ടർലെസ് ആയ പെണ്ണ് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ഹൗ ചീപ്പ്. നിന്നേക്കാളും നല്ല ഒന്നിനെയാണ് ഞങ്ങളുടെ റാമിന് ഡിസേർവ് ചെയ്യുന്നത്, മനസ്സിലായോ? ഛേ, അഭിയെ കിട്ടാതെ വന്നപ്പോൾ ശ്രീരാമേട്ടനെ എങ്ങനെ എന്നെ വശത്താക്കിയോ എന്തോ, എനിക്കതൊന്നും ഇപ്പോഴും മനസ്സിലാവുന്നേയില്ല. സുധയോട് ഞാനൊരു കാര്യം പറയാം. താൻ ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. ഈ വീട്ടുകാർ ഇതൊക്കെ അറിഞ്ഞാൽ പറയണ്ടല്ലോ. താൻ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കും. വെരി ബാഡ്. മക്കളെ വാ, ആൻറ്റി ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുടിക്കാം. ആൻറ്റി, ഞാൻ റൂമിൽ പോവാം, ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. അയ്യോ, മോളുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ടല്ലോ, എന്ത് പറ്റി? അത് കാറ്റല്ലേ, കണ്ണിൽ പൊടി പോയതാ. ഞാൻ പറഞ്ഞു നന്നായിട്ടൊന്ന് വാഷ് ചെയ്താൽ മതിയെന്ന്, അതാ ഫ്രഷ് ആവാൻ പോയ. ഓ, അതായിരുന്നോ? ഞാൻ അങ്ങ് പേടിച്ചു പോയി. ബാ കുടിയേ. അവർ പറഞ്ഞതിനൊന്നും എനിക്ക് മറുപടിയില്ല. കാരണം അതൊക്കെ സത്യമല്ലേ. താനെന്താ ഹോസ്പിറ്റലിൽ പോയിട്ടൊന്ന് ഇതുവരെ ഫ്രഷ് ആവാതെ അങ്ങനെ തന്നെ ഇരിക്കുന്ന? ഇവളെന്താ ഒന്നും മിണ്ടാതെ എണീറ്റ് പോകുന്ന? ഇവക്കിതെന്ത് പറ്റി? ചന്ദ്രയുടെ സുധയെടുത്തി അമ്മ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട്. വേഗം വാ, ടൈം ഒരുപാടായില്ലേ. ഞാനിപ്പോൾ ആരോടും ഫുഡൊന്നും ചോദിച്ചില്ലല്ലോ. എനിക്കിപ്പോൾ വേണ്ട, ഞാനൊന്ന് ഫ്രഷ് ആവാൻ പോവാ. സോറി, അമ്മ പറഞ്ഞോണ്ടാ ഞാൻ. സാറില്ല, ഇടച്ച് ഫ്രഷ് ആയിക്കോ. ഞാനതിനെ പാവ അനുവിനോട്. അനു, എന്താ അടുത്തേ? സോറി, ഞാൻ വേറെന്തോ ആലോചിച്ചു. സോറി അനു, ഞാൻ പെട്ടെന്ന്. ഹേയ്, എന്താ ഏട്ടത്തി ഇത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് മനസ്സിലാവും. ഏട്ടത്തി വേറെന്തോ ടെൻഷനിലായിരുന്നു അല്ലേ? സോറി അനു, നീ എന്നോട് ക്ഷമിക്കേ. എനിക്ക് കുഴപ്പമില്ല, ഏട്ടത്തി ഫ്രഷ് ആയിട്ട് വാ. റാം, തൻ്റെ കൈ ഇപ്പം എങ്ങനെയുണ്ട്? സ്റ്റിച്ച് വേദനയൊക്കെ മാറിയോ? എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഓക്കെയാ. ബട്ട് സുധ ഓക്കെ ആണോ? റാം, ഞാൻ ഓക്കെ, ബട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. താൻ ഫ്രീ ആണോ? ഞാൻ ഫ്രീ ആണല്ലോ. സുധയ്ക്ക് എന്താ സംസാരിക്കാനുള്ളത്? പറഞ്ഞോളൂ. റാം, ഞാൻ ഒരുപാട് ആലോചിച്ചൊരു തീരുമാനം എടുത്തു. ഞാൻ എഗ്രിമെൻ്റ് ബ്രേക്ക് ചെയ്യാൻ തീരുമാനിച്ചു. എനിക്കറിയാം, ഞാൻ റാം എന്നൊന്ന് മനസ്സിലാക്കണം. എന്നെക്കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഇനി. അഭി ഞാനും ഒരിടത്ത് അതിന് ശരിയാവില്ല. ഞാൻ എന്നെ പറഞ്ഞൊരു ഹോസ്റ്റലില്ലേ, അവിടെ എന്നൊന്ന് അവിടെ കൊണ്ടാക്കുമോ? ഞാൻ അവിടെ നിന്നോളാം. തനിക്കിവിടെ നിൽക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ നിർബന്ധിപ്പിക്കില്ല. പക്ഷേ കറക്റ്റായിട്ടുള്ള റീസൺ എനിക്കറിയണം. അത് ഞാൻ പറഞ്ഞില്ലേ, അവനോടുള്ള ദേഷ്യത്തിന് ഞാനെല്ലാം ഇപ്പോൾ ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അത് തന്നെയാണ് കാരണം. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് എന്നെ ഇനി തനിച്ചാക്കി എങ്ങും പോകില്ല എന്ന് പറഞ്ഞിട്ട്. ശരിക്കും റാം തനിച്ചാണോ? റാമിന് ചുറ്റും നല്ലൊരു ഫാമിലി ഇല്ലേ? റാം ഒന്ന് കണ്ണുറന്ന് ആ വാശിയും ദേഷ്യമൊക്കെ ഒന്ന് മാറ്റിവെച്ചാൽ തനിക്ക് തൻ്റെ ഫാമിലിയെ സ്നേഹിക്കാൻ പറ്റിയ. സ്റ്റോപ്പ്, മതി. നിനക്ക് പോകണമെങ്കിൽ പോവാം. ശ്രീറാം ആരെയും നിർബന്ധിപ്പിക്കില്ല. എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ ആരെയും പിടിച്ച് നിർത്തിയിട്ടില്ല. നിന്നെ ഞാൻ ഫ്രീ ആയിട്ട് ഒട്ടിക്കുന്നത്. നിനക്ക് എവിടെയാണെന്ന് വെച്ചാൽ പോവാം. ഐ ഡോണ്ട് കെയർ. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഞാനൊന്ന് പോയി കിടക്കട്ടെ. സുധ, താൻ ഉറങ്ങിയോ? ഇല്ല, എന്താ റാം? നാളെ താൻ പോവല്ലേ? ഞാൻ തന്നെ ഹഗ് ചെയ്ത് കിടന്നോട്ടെ? താൻ നാളെ തൊട്ട് ഹോസ്റ്റലിലായിരിക്കില്ലേ? തനിക്ക് എന്തെങ്കിലും സഹായമോ ഹെൽപ്പോ വേണമെങ്കിൽ എന്നെ വിളിക്കോ? റാം, ടൈം ഒരുപാടായി. ഗുഡ് നൈറ്റ്. സുധമോൾ ഇതുവരെ എണീറ്റില്ലേ? ഇന്നലെ രാത്രി ഒന്നും കഴിച്ചില്ല. വിഷമമുള്ള മുഖം പോലെ തോന്നിയ. എന്തായിരിക്കും കാരണം? അമ്മ അത് ഏടത്തി വീടൊക്കെ വിട്ട് നിൽക്കുന്നതല്ലേ. അവരുടെ വീട്ടിൽ ഇതുവരെ ഈ റിലേഷൻ അംഗീകരിച്ചില്ലല്ലോ. അതിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ഈ ചന്ദ്രു കാരണം ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ആ കുട്ടിയുടെ വീട്ടിൽ പോയി സംസാരിച്ച് എല്ലാം നടത്തി കൊടുക്കില്ലായിരുന്നോ? രണ്ടുപേരുടെ ഇഷ്ടത്തിന് അങ്ങ് നടന്നിട്ട് ഇപ്പോൾ സങ്കടപ്പെട്ട് നടന്നിട്ട് കാര്യമുണ്ടോ? എന്നാലും അവ സമ്മതിച്ചാൽ ഞാനും അച്ഛനും പോയി സംസാരിക്കാൻ റെഡിയാ.
പക്ഷെ നിന്റെ ഏട്ടന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? താൻ എല്ലായിടത്തും വെച്ചോ? അവസാനം പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതേടാ, അതാ നല്ലത്. ഞാൻ ഞാൻ ഇനി ഇവിടെ ശരിയാവില്ല. എന്തുകൊണ്ടും ഞാൻ ഇവിടുന്ന് പോകുന്നത് ബെറ്റർ. ഞാനായിട്ട് തന്നെ തടയുന്നില്ല, പൊക്കോ. പിന്നെ ഇവിടെയുള്ളവരോട് ഇപ്പോൾ പറയണ്ട. താൻ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞോളാം. ഇപ്പോൾ താൻ തൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാണെന്ന് പറഞ്ഞാൽ മതി. താങ്ക്സ് രാം. താൻ എന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട്, അറിയാം. ഞാൻ തൻ്റെ ലൈഫിൽ നിന്ന് പോകുന്നതാണ് നല്ലത്. താൻ ഇനിയും ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ തന്നോട് എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല സുഹൃത്താണ്. മതി, അവസാനം നന്ദി പറച്ചിലൊക്കെ കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇറങ്ങാം. നന്ദി പറച്ചിലൊക്കെ കഴിഞ്ഞു, നമുക്ക് ഇറങ്ങാം. എൻ്റെ തല എന്തെങ്കിലും വല്ലാണ്ട് ഇന്നലെ ഉറങ്ങാത്തതിൻ്റെതായിരിക്കും. എനിക്ക് തലയൊക്കെ നന്നായിട്ട് കറങ്ങുന്നുണ്ടല്ലോ. താൻ നടക്കുന്നു. ഇവിടുത്തെ താഴെ കിടക്കുന്ന സുധയ്ക്കെന്ത് പറ്റി? ഇതെന്ത് പറ്റിയേട്ടാ? സുധമോൾക്ക് എന്താ പറ്റിയ? ആനെ വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് തലകറങ്ങി വീണമെന്ന്. എന്താ ഉണ്ടായ? അറിയില്ല ശേഖരേട്ടാ, പെട്ടെന്ന് മോള് തലകറങ്ങി വീണു. അപ്പം തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഇപ്പോൾ ഹരി ചന്ദ്രനെ സംസാരിക്കാൻ വേണ്ടി അകത്തേക്ക് വിളിച്ചിട്ടുണ്ട്. ചന്ദ്ര പുറത്തു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. വന്നാലേ എന്തെങ്കിലും അറിയാൻ പറ്റൂ. മോളെ സുധ, അന്ന് എൻ്റെ പൊട്ടുബുദ്ധിക്ക് തോന്നിയതാ. പിന്നീട് നീയോട്ട് അടുത്തപ്പോഴാ നിന്നോട് ഞാൻ ചെയ്ത് തെറ്റാണെന്ന് മനസ്സിലാക്കിയത്. പക്ഷെ നിനക്കൊന്നും ഓർമ്മയില്ലാത്ത സ്ഥിതിക്ക് വെറുതെ നിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാ. എന്നിട്ടിപ്പോൾ എല്ലാം ഓക്കെ ആയല്ലോ. സുധ, ഞാനും തെറ്റ് കാരണം. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ഞാൻ വരെ മനസ്സിലാക്കിയത്. അപ്പോൾ തന്നോട് പറയാമെന്ന് വെച്ചപ്പോൾ തനിക്കൊന്നും ഓർമ്മയില്ല. ഇനിയിപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടെന്ത് കാര്യം? ഞാനറിയാതെ എൻ്റെ വീട്ടിലൊരു കുഞ്ഞ്, അത് നിങ്ങൾക്കെങ്കിലും ഓർമ്മ ഉണ്ടല്ലോ. സന്തോഷം. മോളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. അവനല്ല, ഞാനാ ഉത്തരവാദി. അവൻ പോലും അറിഞ്ഞില്ല. ഞാൻ എന്ത് പ്രായച്ചിത്വത്തിന് ചെയ്യേണ്ട? നീ പറഞ്ഞു, ഞാൻ കേൾക്കാം. ഹരിയേട്ടാ, ഡിസ്ചാർജ് ആവണം എപ്പോഴാന്ന് പറഞ്ഞാൽ മതി. എനിക്കെന്തോ നല്ല തലവേദന എടുക്കുന്നുണ്ട്. ഞാനൊന്ന് ഉറങ്ങട്ടെ പ്ലീസ്. നീ റെസ്റ്റ് എടുക്ക്. ഡിസ്ചാർജ് ഒക്കെ ആയിട്ട് ഞാൻ പറയാം. ചന്ദ്രു, നീ എൻ്റെ ക്യാബിലോട്ടൊന്ന് വന്നേ. ഇനി എന്താ നിന്റെ ഉദ്ദേശം? അത് ആകപ്പാടെ തകർന്നിരിക്കുക. ഇനി അതിനെ ഇങ്ങനെ വേദനിപ്പിക്കരുത് പ്ലീസ്. എന്താ ചെയ്യാൻ പോകുന്നത്? ഹരി, എനിക്ക് ആ ടാബ്ലറ്റ് വേണം. കാര്യങ്ങളൊക്കെ ഞാൻ എത്രയും പെട്ടെന്ന് ശരിയാക്കാം. പക്ഷേ കുറച്ച് ടൈം വേണം. നീ എത്ര സിമ്പിളായിട്ടാ പറയുന്ന? എടാ, ആ ടാബ്ലറ്റ് ഒന്നും അത്ര ഹെൽത്തിന് നല്ലതല്ല. അവിടെ ചെറിയ പ്രായോ ഇപ്പോഴേ അത് സൈഡ് എഫക്റ്റ് എങ്ങാനും ഉണ്ടാക്കിയാൽ പിന്നെ എനിക്കൊന്നും അറിയില്ല. ഞാനങ്ങനെ തരില്ല. എൻ്റെ പൊന്ന് ഹരി, ഇപ്പോൾ ഇതൊന്നും പോസിബിളല്ല. അതുകൊണ്ടാണ് എനിക്ക് അവളോടെല്ലാം ഞാനിപ്പോൾ നീ എനിക്ക് ഈ ഒരു പ്രാവശ്യത്തേക്ക് താ, ഇല്ലെങ്കിൽ ഞാൻ പുറത്തുനിന്ന് മേടിക്കും. നീ എൻ്റെ ഫ്രണ്ടല്ലേ, എൻ്റെ കൂടെ അല്ലേ നിൽക്കേണ്ട. ചന്ദ്രു, ഞാൻ നിന്റെ ഫ്രണ്ട് ആയതുകൊണ്ടാണ് പറയുന്ന. ശരി, ഞാൻ ഈ ഒരു തവണത്തേക്ക് തരാം. പക്ഷേ എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം ശരിയാക്കണം. അതിന് ഇനി മുന്നോട്ട് വിഷമിപ്പിക്കരുത്. മനസ്സിലായോ? ഞങ്ങളൊക്കെ കുറച്ച് പേടിച്ചുവെങ്കിലും ഒരു സന്തോഷ വാർത്തയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ. എന്നോർക്കുമ്പോൾ ഒരു സമാധാനമായി. ഇപ്പോൾ ഏതായാലും സന്തോഷമായി. അതമ്മ പറഞ്ഞ ശരിയാ, സന്തോഷമായി. പക്ഷേ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ആൻറ്റി ആയി പോയോ എന്നൊരു സംശയം. വളരെ പെട്ടെന്നായിരുന്നില്ലേ? എന്തായാലും പുതിയൊരാൾ വരാൻ പോകല്ലേ നമ്മുടെ വീട്ടിൽ. എന്തുകൊണ്ടും സന്തോഷം തന്നെ. അനു, ഹരിയേട്ടനോട് എപ്പോഴാണ് ഡിസ്ചാർജ് എന്നൊന്ന് ചോദിക്കോ പ്ലീസ്. ഏട്ടത്തി, ഏട്ടൻ മെഡിസിനൊക്കെ വാങ്ങാൻ പോയിരിക്കോ. അത് കഴിഞ്ഞ് വന്നാൽ നമുക്ക് വീട്ടിൽ പോവാം. അങ്ങനെയാ ഹരിയേട്ടൻ പറഞ്ഞ. ഏട്ടത്തി വിഷമിക്കണ്ട. മോളെ സുധ, മോള് റൂമിൽ പോയി റെസ്റ്റ് എടുത്തോ. പടി കയറുമ്പോൾ നോക്കി കയറണം. പിന്നെ എന്തുണ്ടെങ്കിലും ആൻറ്റിയെ വിളിക്കാൻ മടിക്കരുത് കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചോളാം ആൻറ്റി. ആൻറ്റി ടെൻഷനൊന്നും അടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ഇവള് റൂമിൽ കയറി കാണോ? ഇവളോട് ഞാൻ എങ്ങനെയാണ് സംസാരിക്കേണ്ട? ഈശ്വര, ഞാൻ എൻ്റെ ലൈഫും ഇതെന്താ ഇങ്ങനെയൊക്കെ നടക്കുന്ന? ഇതെന്താ ഇവള് ഇരുട്ടത്താണോ ഇരിക്കുന്നത്?
എന്നോട് ഇപ്പം തന്നെ ഒന്ന് സംസാരിച്ചാലോ? സുധ, താൻ ഉറങ്ങാണോ? തനിക്ക് എന്നോട് ദേഷ്യമാണോ? ദേഷ്യപ്പെടാനും അടികൂടാനും ഒക്കെ ഞാനാരാ? എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല. എനിക്ക് എന്നോട് തന്നെ ഇപ്പം വെറുപ്പ്. ഞാൻ ആഗ്രഹിച്ചതെന്താ, ഞാൻ ജീവിക്കുന്നത് എന്താ, ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെയൊക്കെ മാത്രമേ എൻ്റെ ലൈഫിൽ നടക്കാൻ ഞാൻ എന്ത് വലിയ തെറ്റാ ചെയ്തേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല റാം. ഞാൻ അത്രയ്ക്ക് വലിയ പാപിയാണോ? സുധ പ്ലീസ്, ഞാൻ പറയുന്ന നിനക്ക്. വിട്, എന്നെ വിടറാം പ്ലീസ്. ഇല്ല, ഞാൻ നിന്നെ വിടില്ല. ഇതിനൊക്കെ കാരണം ഞാനും കൂടെയാണ്. ഞാൻ നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും.